ഇപ്പോൾ കാണിക്കുന്നത് ശാരദാമ്മയും മക്കളും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ശാലിനി പറയുകയാണ്, നിക്ക് നിക്ക്, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം, ആരും കഴിക്കരുത്. എന്താന്നവർ പരസ്പരം ചോദിക്കുന്നുണ്ട്. പക്ഷെ ആർക്കും മനസ്സിലാകുന്നില്ല. അടുക്കളയിൽ പോയ ശാലിനി ഒരു ഭരണിയുമായി തിരിച്ചു വന്നിട്ട് പറയുകയാണ്, ഇത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റമാണ്, ശാരദ കുടുംബശ്രീ സ്പെഷ്യൽ, നമ്മുടെ കടയിലെ കസ്റ്റമേഴ്സിന് പോലും കൊടുക്കില്ല. പെട്ടെന്ന് ഭരണി തുറന്നിട്ട് ശാലിനി പറയുകയാണ്, പൈനാപ്പിൾ അച്ചാർ. കൈയടിച്ചുകൊണ്ട് ശ്യാമ പറയുകയാണ്, പൈനാപ്പിൾ അച്ചാറോ? എനിക്കും വേണം ചേച്ചി. ശാലിനി പറയുകയാണ്, എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ മാത്രം സ്പെഷ്യൽ ഐറ്റമാണ്. ശ്യാമ പറയുകയാണ്, അപ്പോൾ നമ്മൾ 4 പേര് മാത്രമേ ഇതിന്റെ രുചി അറിഞ്ഞിട്ടുള്ളൂ അല്ലേ? ഇത് കേട്ട് ശാരദാമ്മ പറയുകയാണ്, ഏയ് അല്ല മോളെ, വേറൊരാളും കൂടി ഉണ്ട്. ആൾക്ക് വലിയ ഇഷ്ടമായിരുന്നു പൈനാപ്പിൾ അച്ചാർ. ശാരിക ചോദിക്കുകയാണ്, അതാരാ ഇപ്പോ 5-മതൊരാള്? ഓ, ശാന്തേച്ചി ആയിരിക്കും, ഇല്ലെങ്കിൽ രാജേച്ചി. അപ്പോൾ ശാരദാമ്മ പറയുകയാണ്, അല്ല മോളെ, ശാന്തയും രാജിയുമൊന്നും അല്ല, നിങ്ങളുടെ അച്ഛനാണ്. ഇത് കേട്ട് പെട്ടെന്ന് ശാലിനിയുടെ മുഖം വാടുകയാണ്. ശാലിനി പെട്ടെന്ന് ദേഷ്യത്തോടെ ആ അച്ചാർ താഴെ വെക്കുകയാണ്. ഇത് കണ്ട് ശാരദാമ്മ പറയുകയാണ്, അല്ല മോളെ, നമ്മളൊക്കെ ഒരുമിച്ചായിരുന്നപ്പോൾ അതാ ഞാൻ ഉദ്ദേശിച്ചത്. ദേഷ്യത്തോടെ കഞ്ഞി സ്പീഡിന് കോരി കുടിക്കുകയാണ് അന്നേരം ശാലിനി. ഇത് കണ്ട് ശാരദാമ്മ അച്ചാറ് ശാലിനിയുടെ പാത്രത്തിൽ ഇടാൻ തുടങ്ങുമ്പോൾ വേണ്ടാന്നും പറഞ്ഞ് ദൂരേക്ക് നീട്ടുകയാണ് ശാലിനി. ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഞാൻ കഴിക്കില്ല പൈനാപ്പിൾ അച്ചാർ. എന്ത് പറഞ്ഞാലും ഒരച്ഛൻ, അച്ഛൻ 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 എന്ന് ദേഷ്യപ്പെട്ട് പറയുകയാണ് ശാലിനി. ശാലിനിയുടെ ദേഷ്യം കണ്ട് കഞ്ഞിപ്പാത്രവുമായി എടുത്ത് ദൂരേക്ക് പോവുകയാണ് ശാരദാമ്മ. ശാരികയും ശ്യാമയും പരസ്പരം നോക്കുമ്പോൾ ശാലിനി ദേഷ്യപ്പെട്ട് പറയുകയാണ്, എന്താ, കഴിക്കടി. അടുക്കള വശത്തേക്ക് പാത്രം കഴുകാനായി പോയ ശാരദാമ്മ പെട്ടെന്ന് അവിടെ നിൽക്കുന്ന രാജേശ്വരിയെ കാണുകയാണ്. വരുന്നുകൊണ്ട് രാജേശ്വരിയുടെ അടുത്തേക്ക് ചെന്ന ശാരദാമ്മ രാജേശ്വരി എന്ന് വിളിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, അതെ, രാജേശ്വരി തന്നെ. ഈ സമയത്ത് എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ശാലിനി കണ്ടാൽ പ്രശ്നമാണ്. ശാലിനിയല്ല, ഇനി പ്രശ്നമുണ്ടാക്കാൻ പോകുന്നത് ഈ ഞാനാണ്. എന്താ രാജേശ്വരി നിന്റെ പ്രശ്നം? നിങ്ങൾ എന്റെ വീട്ടുപടിക്കൽ വരെ വന്നിട്ട് എന്തിനാണ് തിരിച്ചു പോയത്? അത് പറ ആദ്യം. അതൊക്കെ നമുക്ക് സംസാരിക്കാം രാജേശ്വരി, ഇപ്പോൾ അതിന് പറ്റിയ സമയമല്ല. എനിക്ക് സംസാരിക്കേണ്ടത് ഇപ്പോഴാണ്, ഇപ്പോൾ. അതൊക്കെ വലിയ പ്രശ്നമാകും രാജേശ്വരി. പ്രശ്നമുണ്ടാക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. നിങ്ങൾ നിങ്ങളുടെ 3 മക്കളെയും ചുരുട്ടിക്കൂട്ടിയെടുത്ത് ഈ ചായക്കട ഒഴിഞ്ഞു പൊയ്ക്കൊള്ളണം, ഇല്ലെങ്കിലേ എല്ലാത്തിനെയും കൂട്ടിയിട്ട് കത്തിക്കും ഈ രാജേശ്വരി. ത്തേക്കൊക്കെ നോക്കിയിട്ട് ശാരദാമ്മ പറയുകയാണ്, രാജേശ്വരി നിന്നോട് പോകാനാണ് പറഞ്ഞത്. ഇല്ല, രാജേശ്വരി ഇവിടെ തന്നെ നിൽക്കും. ഇവിടെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അകത്തു നിന്നും അമ്മയെന്ന് വിളിക്കുകയാണ് ശാരിക. പെട്ടെന്ന് അകത്തേക്ക് ഓടിപ്പോയി കടകടക്കുകയാണ് ശാരദാമ്മ. ശാലിനി ചോദിക്കുകയാണ്, എന്തു പറ്റിയമ്മേ, ഒരു വല്ലാത്തതുപോലെ? ഏയ് ഒന്നുമില്ല, നീ പാത്രം ഇങ്ങ് തന്നെ, ഞാൻ കഴുകി വെക്കാം. ഓ വേണ്ട, എന്റെ കൈക്ക് തളർച്ചയൊന്നും ഇല്ല. പാത്രം വാങ്ങി അവിടെ വെച്ചിട്ട് ശാലിനി ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ഞാൻ പറഞ്ഞത് വിഷമമായോ? ഏയ് എന്ത് വിഷമം, ഇതൊക്കെ ഇവിടെ പതിവല്ലേ. സോറി, പൈനാപ്പിൾ അച്ചാറ് ഞാൻ പിന്നീട് കൂട്ടിക്കോളാം. പക്ഷേ അയാളുടെ കാര്യം അതിനി ഇവിടെ പറയരുത്. നേരം രാജേശ്വരി പുറത്തു തന്നെ നിൽക്കുകയാണ്. ശാലിനി പറയുകയാണ്, ഈ ലോകത്ത് നമ്മൾ 4 പേരെ നമുക്കുള്ളൂ, 4 പേരും മതി. അതിനുശേഷം ശാലിനി പാത്രമെടുത്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങിയാണ്. ശാലിനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ശാരദാമ്മ രാജേശ്വരി നിന്ന സ്ഥലത്ത് നോക്കുമ്പോൾ രാജേശ്വരി അവിടെ കാണുന്നില്ല. ചുറ്റും നോക്കി നിൽക്കുന്ന ശാരദാമ്മയെ ശാലിനി അമ്മയെ ഭാഗത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാവിലെ ചായക്കടയാണ്. ഇവിടേക്ക് അർജുൻ എത്തുകയാണ്. അത് കണ്ട് രാജി പറയുകയാണ്, ദേ വക്കീൽ സാറ് വന്നു. അർജുനെ കണ്ട് ശാലിനിയും ശാരദാമ്മയും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ശാലിനി പറയുകയാണ്, അമ്മേ ഞാനിപ്പോൾ പോയിട്ട് വരാമേ. എങ്ങോട്ടാണെന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. അർജുൻ പറയുകയാണ്, ചിത്രയ്ക്ക് കുറച്ച് ആഭരണങ്ങൾ എടുക്കണമമ്മേ, ശാലിനിയാകുമ്പോൾ അതൊക്കെ സെലക്ട് ചെയ്യാൻ മിടുക്കിയല്ലേ. ഓ അത്രയുള്ളൂ എന്നും പറഞ്ഞ് ആശ്വസിക്കുകയാണ് ശാരദാമ്മ. ശാലിനി ചോദിക്കുകയാണ്, അല്ല അമ്മ എന്ത് കരുതി, ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് ബോംബ് വയ്ക്കാൻ പോവുകയാണെന്ന് കരുതിയോ? നല്ല ടെൻഷനാണല്ലോ മുഖത്ത്. ഏയ് അങ്ങനെയൊന്നുമില്ല മോളെ, നിങ്ങൾ പോയിട്ട് വാ, ചെല്ല്. പോയ ശേഷം ശാരദാമ്മ ചിന്തിക്കുകയാണ്, ഈശ്വര, എന്നോട് വല്ല കള്ളവും പറഞ്ഞ് ഇവര് വല്ല ഏടാകൂടവും ഒപ്പിക്കുമോ എന്തോ. പിന്നീട് കാണിക്കുന്നത് ജ്വല്ലറിയാണ്. അവിടെ വസുമതിയും ചിത്രയും എല്ലാവരും കൂടി ചിത്രയ്ക്ക് ആഭരണങ്ങളൊക്കെ സെലക്ട് ചെയ്യുകയാണ്. മാല എടുത്തിട്ട് വസുമതി പറയുകയാണ്, ഇതിന്റെ വേറെ ഫാഷൻ ഉണ്ടോ, കുറച്ചുകൂടി കനം കൂടിയത്? അന്നേരം ചിത്ര പറയുകയാണ്, ഇതൊന്നും എനിക്ക് വേണ്ട, ഇതൊക്കെ ഓൾഡ് ഫാഷനാണ്. ശാലിനി നീ തന്നെ സെലക്ട് ചെയ്തോണ്ട് വാ, ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ സെലക്ഷൻ അപ്പുറത്ത് കാണും. ശരി, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അപ്പുറത്തേക്ക് പോവുകയാണ് ശാലിനി. അന്നേരം അതേ ജ്വല്ലറിയിലേക്ക് വരികയാണ് വിഷ്ണുവും വിഷ്ണുവിന്റെ അച്ഛനും ദാസനും പ്രീതിയും സത്യഭാമയും. ജ്വല്ലറി കണ്ട് വിഷ്ണു പറയുകയാണ്, അപ്പൊ അത് ശരി, ഇവിടേക്കാണല്ലേ ഇത്ര ധൃതിയിൽ കൊണ്ടുവരാൻ പറഞ്ഞത്? എന്തിനാണമ്മ ഞാൻ ഇവിടെ വന്നിട്ട്? നീയും വരണം, നിന്റെ കല്യാണമൊക്കെ അടുത്തില്ലേ, അതിന്റെ സ്വർണം കൂടി എടുക്കാനാണെന്ന് സത്യഭാമ പറയുമ്പോൾ സന്തോഷിക്കുകയാണ് വിഷ്ണു. ത്തോടെ വിഷ്ണു പറയണം, ആണല്ലേ, അതിനിപ്പോ ഞാൻ വന്നിട്ട് എന്തിനാ? ഭാമ പറയണതേ ഒരു പക്ഷയും കിക്ഷയുമില്ല, അങ്ങോട്ട് നടന്നേ. അർജുനും വസുമതിയും ഇരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുകയാണ് സത്യഭാമയും പ്രീതിയും.
ചുമക്ക് നോക്കുന്ന ദാസൻ പെട്ടെന്ന് ശാലിനിയെ കാണുകയാണ്. പെട്ടെന്ന് വിഷ്ണുവിന്റെ ചെവിയിൽ ദാസൻ പറയുകയാണ്, ആശാനെ ആശാനെ ദേ അങ്ങോട്ട് നോക്കി. എന്താണെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ദാസൻ പറയുകയാണ്, സത്യാമ്മ ഒന്നും കാണാതെയല്ല ആശാനെ ഇങ്ങോട്ട് വിളിച്ചത്. കാര്യമുണ്ടായിട്ട? എന്ത് കാര്യം? ദേ അങ്ങോട്ട് നോക്ക്. എന്താണെന്ന് കാണാമെന്ന് പറയുമ്പോൾ വിഷ്ണു പെട്ടെന്ന് ശാലിനിയെ കാണുകയാണ്. ദാസൻ ചോദിക്കുകയാണ്, ആശാനെ ഇങ്ങനെ നിന്നാൽ മതിയോ? സത്യഭാമയോട് പറയണം, അമ്മ ഞാൻ അപ്പുറത്തൊന്ന് നോക്കിയിട്ട് വരാം. ഇടാന്നും പറഞ്ഞ് ദാസനെയും കൂട്ടി പോവുകയാണ് വിഷ്ണു. ശാലിനി മാലയൊക്കെ നോക്കുന്നത് പുറകിൽ നിന്ന് ശ്രദ്ധിക്കുകയാണ് ദാസനും വിഷ്ണുവും. ഒരു മാല എടുത്തിട്ട് ശാലിനി കഴുത്തിൽ വെച്ച് നോക്കുമ്പോൾ വിഷ്ണുവിനും ശാലിനിക്കും അത് ഒരുപോലെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് ഒരു മാല ശാലിനി എടുക്കുമ്പോൾ കൊള്ളാമെന്ന് വിഷ്ണു മനസ്സിൽ വിചാരിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടുകയാണ് ശാലിനിക്ക്. മാല വെച്ചിട്ട് എങ്ങനെയുണ്ട് ചേട്ടാ എന്ന് അവിടെ നിന്ന് ആളിനോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണു പറയാണ്, ഉഗ്രൻ, അടിപൊളി. പെട്ടെന്ന് വിഷ്ണുവിനെ ശ്രദ്ധിക്കുകയാണ് ശാലിനി. പെട്ടെന്ന് വിഷ്ണു ദാസനോട് സംസാരിച്ച പോലെ പെരുമാറുകയാണ്. അതല്ലെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാമല്ലോ. ദാസൻ മറുപടിയായി വേറെ മതി എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, ഇത് പാക്ക് ചെയ്തോളൂ, ഇത് മതി. പിന്നീട് അവിടെ നിന്നും വേറെ മാലയൊക്കെ നോക്കാൻ പോവുകയാണ് ശാലിനി. ശാലിനിയുടെ പുറകെ പോവുകയാണ് ദാസനും വിഷ്ണുവും. മാലയൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ സത്യഭാമ പറയുകയാണ്, ഇതൊന്നും പോരാ, ഇവിടെയുള്ളത് വെച്ച് ഏറ്റവും വില കൂടിയ ഓർണമെന്റ്സ് കൊണ്ടുവാ. വന്നിരിക്കുന്നത് സത്യഭാമയാണെന്ന് പറഞ്ഞില്ലേ മാനേജർ? പെട്ടെന്ന് സത്യഭാമ എന്ന ശബ്ദം കേട്ട് ശ്രദ്ധിക്കുകയാണ് വസുമതിയും അർജുനും ചിത്രയും. വസുമതി സത്യഭാമയെ കാണുന്നു, പക്ഷെ സത്യഭാമ കാണുന്നില്ല. വസുമതി പെട്ടെന്ന് പറയുകയാണ്, വില കൂടിയതെല്ലാം ആദ്യം ഇവിടെ എടുത്തു വയ്ക്ക്. ഇവിടെ ഇരിക്കുന്നത് വസുമതിയാണെന്ന് പറയും മാനേജരോട്. അന്നേരം വസുമതിയെ കാണുകയാണ് സത്യഭാമ. സത്യഭാമ പറയുകയാണ്, ആഭരണങ്ങൾ എടുത്തു വയ്ക്കാൻ ആദ്യം പറഞ്ഞത് ഞാനാണ്. ഇവിടെ എന്റെ മുന്നിൽ എത്തിയിരിക്കണം ഇവിടത്തെ വില കൂടിയ ആഭരണങ്ങൾ. കേട്ട് വസുമതി പറയുകയാണ്, അന്തസ്സും അഭിമാനവും പണയം വെച്ചിട്ടല്ല, ഉയർത്ത് അധ്വാനിച്ചിട്ടുള്ള പണവുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആയിരിക്കണം ആദ്യം ആഭരണങ്ങൾ കൊണ്ടുവരേണ്ടത്. കേട്ട് ദേഷ്യത്തോടെ സത്യഭാമ വസുമതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. സത്യഭാമ പറയുകയാണ്, ഭാ അസത്തെ, ആരാടി അന്തസ്സും അഭിമാനവും പണയം വെക്കുന്നത്? നീ തന്നെ ബ്ലേഡ് കൊണ്ട് നാട്ടുകാരുടെ കഴുത്തറുക്കുന്ന ബ്ലേഡ് സത്യഭാമ. കഴുത്തറുത്തത് ഞാനല്ല, നീയാണ്. ഞാൻ ഓമനിച്ച് വളർത്തിയ എന്റെ കുഞ്ഞിന്റെ ജീവിതം കഴുത്തറുത്ത് കൊന്നുകൊണ്ടിരിക്കുകയാണ് അവളുടെ വയറ്റിൽ കുരുത്ത ഒരു പാവം ജീവനെ. അവൾക്കുണ്ടാകുമായിരുന്ന ഒരു ഭാവിയുടെ എല്ലാത്തിന്റെയും കഴുത്താണ് നീ അറുത്തെറിഞ്ഞത്. ഏതായാലും നിന്നെ പോലെ ഒരു വിഷജന്തു കുടിയിരിക്കുന്നിടത്ത് ഈ സത്യഭാമ നിൽക്കില്ല. കണ്ടാൽ കുളിക്കണം നിന്നെയൊക്കെ, വൃത്തികെട്ട ജന്തു. നടക്ക് എന്ന് പറഞ്ഞ് പ്രീതിയും കൂട്ടി പോവുകയാണ് സത്യഭാമ. നേരവും ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. ശാലിനി പെട്ടെന്ന് തിരിയുമ്പോൾ വിഷ്ണു ദാസിനോട് പറയുകയാണ്, നിനക്കൊരു നെക്ലേസ് എടുക്കാം അല്ലേ? പ്രീതിയും കൂട്ടി സത്യഭാമ പോകുന്നത് വിഷ്ണു കാണുകയാണ്. ദാസനോട് വിഷ്ണു പറയാണ്, ദേ അമ്മ പോകുന്നു, വാടാ. എന്തു പറ്റിയെന്ന് ശാലിനി ചെന്ന് വസുമതിയോട് ചോദിക്കുമ്പോൾ വസുമതി പറയുകയാണ്, അവള് ആ ബ്ലേഡ് സത്യഭാമ എന്നെ വിളിച്ചത് കേട്ടില്ലേ, ജന്തു എന്ന്. ശാലിനി പറയുകയാണ്, ബ്ലേഡ് സത്യഭാമയോ? ഓ, അപ്പോ ഇതാണല്ലേ ആള്. അവരെ പറ്റി നല്ലതൊന്നും അല്ലല്ലോ കേട്ടിട്ടുള്ളത്. വസുമതി പറയുകയാണ്, നീ കേട്ടത് 100-ന് 110% ശരി. പണം പിച്ചയായിട്ട് കൊടുത്ത് പാവങ്ങളുടെ കഴുത്ത് മുറിച്ച് ചോര ഊറ്റി കുടിക്കുന്ന രാക്ഷസിയാണവള്. ഇഷ്ടത്തി അവളാണ് എന്റെ മോനെ കൊണ്ട് അവന്റെ ഭാര്യയുടെ കാല് പിടിക്കാൻ തുടങ്ങിയത്. കാല് പിടിച്ച് കെഞ്ചി മാപ്പ് പറയണമെന്ന് പറഞ്ഞത്. അമ്മയെന്ന് അർജുൻ വിളിക്കുമ്പോൾ വസുമതി പറയുകയാണ്, നീ മിണ്ടരുത്. ഇത്രയായില്ലേ, ഇനി ബ്ലേഡ് മുറിക്കാനുള്ള കത്തി കിട്ടുമോ എന്ന് ഈ വസുമതി ഒന്ന് നോക്കും. അത് കഴിഞ്ഞാൽ നീയും നിന്റെ അവളും 2 പാത്രമാണ്. 2 പാത്രം ഇപ്പോഴേ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.